താമര നമസ്കാരം. ബിൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. ഓമനത്തിങ്കൾ കിടാവോ എന്ന താരാട്ടുപാട്ടിലൂടെ മലയാളിയുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ സംഗീത പ്രതിഭ ഇരയിമ്മൻ തമ്പിയുടെ ജന്മഗ്രഹം ജീർണിച്ച് തകർന്നു വീഴാവുന്ന സ്ഥിതിയിൽ ജൂലൈ 29-ന് 170-ാം ചരമവാർഷിക ദിനം ആചരിക്കുമ്പോഴും വാരനാട്ടെ ജന്മഗ്രഹമായ നടുവിലെ കോവിലകം സംരക്ഷിക്കണമെന്ന ആവശ്യം ശക്തിപ്പെടുന്നു. പുരാതന എട്ടുകെട്ട് വീടും പരിസരവും പുരാവസ്തു വകുപ്പ് ഏറ്റെടുത്തെങ്കിലും ഇന്നും അതിന് സംരക്ഷണം ഒരുക്കിയിട്ടില്ല. തണ്ണീർമുക്കം പഞ്ചായത്തും പുരാവസ്തു വകുപ്പും അടിയന്തരമായി സംരക്ഷിച്ചില്ലെങ്കിൽ നാടിൻ്റെ പൈതൃക സ്വത്ത് നഷ്ടമാകുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. 1782 ഒക്ടോബർ 12-ന് ചേർത്തല വാർനാട് നടുവിലെ കോവിലകത്ത് കേരളവർമ്മ തമ്പാന്റെയും പാർവതിപ്പിള്ള തങ്കച്ചിയുടെയും മകനായാണ് ഇരയിമ്മൻ തമ്പിയുടെ ജനനം. 12 വയസ്സുവരെ ചേർത്തലയിലെ വാർനാട്ടെ നടുവിലെ കോവിലകത്താണ് അദ്ദേഹം കഴിഞ്ഞത്. പിന്നീട് അനന്തപുരിയിലെ രാജകൊട്ടാരത്തിലാണ് വളർന്നത്. അരയേക്കറിൽ 8 കെട്ടായി പെടുന്ന കെട്ടിടത്തിൽ 3 കിടപ്പുമുറി, തെക്കിനി, വടക്കിനി, പൂമുഖം, പൂജാമുറി, ഊട്ടുപുര, ഊണുമുറി, അടുക്കള എന്നിവയുണ്ട്. എങ്കിലും മുഴുവൻ ജീർണിച്ച അവസ്ഥയിലാണ്. ഇതിൽ വടക്കിനി പൂർണ്ണമായും തകർന്ന് നിലംപതിച്ചു. 5ാം തലമുറക്കാരി രുക്മിണിഭായി തമ്പുരാട്ടിയായിരുന്നു അവസാനം കോവിലകത്ത് താമസിച്ചത്. ഇതിനുശേഷം പുരാവസ്തു വകുപ്പ് ചേർത്തല കൊക്കോതമംഗലം വില്ലേജിലെ കെട്ടിടവും സ്ഥലവും 2009 ജൂൺ 12-ന് ഏറ്റെടുത്തു. പിന്നീട് ചുറ്റുമതിൽ 15 ലക്ഷം രൂപയും കെട്ടിടത്തിൻ്റെ തകർന്ന ഭാഗം 40 ലക്ഷം രൂപയും വിനിയോഗിച്ച് പുരാവസ്തു വകുപ്പ് പുതുക്കിപ്പടുത്തു. 40 വർഷത്തോളം രുക്മിണിഭായി തമ്പുരാട്ടിയോടൊപ്പം കോവിലകവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ അംബികയെ 8 കെട്ട് സൂക്ഷിക്കാൻ പുരാവസ്തു വകുപ്പ് നിയമിച്ചു. ഇവർ മാത്രമാണ് ഇപ്പോൾ ഈ കെട്ടിടത്തിൽ താമസിക്കുന്നത്. 2003 വന്നത് സ്ഥിര താമസത്തിന്. അത് കഴിഞ്ഞ ഉടനെ സ്മാരകമാക്കി, ഇരയിമ്മൻ തമ്പി സ്മാരകമാക്കി. സ്മാരകത്തിൽ അന്ന് തൊട്ട് ഇന്ന് വരെ ഞാനിവിടെ ഉണ്ട്. 1996 പൊളിച്ചത്. അന്നേരം മുത്തശ്ശിയുണ്ട്. മുത്തശ്ശി ഇവിടെ വന്ന് മഴയത്ത് കെട്ടിടം പൊളിച്ചത്. അപ്പോൾ ഇവിടെ കിടന്നിട്ട് ഹൈക്കോടതിയിൽ പിന്നെ കേസ് കൊടുത്തു. ഇതായി കോടതിയിൽ നിന്ന് ഓട് കയറാൻ പറഞ്ഞ് അങ്ങനെ ഓട് കയറി. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിവിടെ താമസമുണ്ട്. പുരാവസ്തു ഏറ്റെടുത്തിട്ടാണ് ആനപ്പള്ള ചുറ്റുമതിൽ 15 ലക്ഷം രൂപയ്ക്ക് പിന്നെ പണിഞ്ഞതും ഈ കെട്ടിടത്തിൻ്റെ പകുതി 40 ലക്ഷം രൂപയ്ക്ക് പുരാവസ്തുക്കാർ പണിഞ്ഞതും സർക്കാരിൻ്റേതാണ്. പൊളിഞ്ഞു കിടക്കുകയാണ്. അവിടെ കയറാനോ ആഹാരം വയ്ക്കാനോ ബാത്റൂമിൽ പോകാനോ അതൊരിതുമില്ലാതെ കിടക്കുകയാണ്. എപ്പോഴാണ് തലയിൽ കൂടെ ഓട് വീഴുന്നതെന്ന് എനിക്കറിയില്ല. ആ രീതി കിടക്കുകയാണ്. നേരത്തെയൊക്കെ പിള്ളേർ പഠിക്കാനൊക്കെ വരുമായിരുന്നു. ആലപ്പുഴയിൽ നിന്ന് ഇതായിട്ട് കെട്ടിടത്തിൻ്റെ പ്ലാനൊക്കെ വരച്ച് പോകാനൊക്കെ പിള്ളേരൊക്കെ വരുമായിരുന്നു, കോളേജ് പിള്ളേരൊക്കെ. ഇപ്പോൾ വരാറില്ല. പിന്നെ ചെറിയ സ്കൂളിൽ നിന്ന് കുറേ പിള്ളേർ വരാറുണ്ട്. വയനാട്, കാസർഗോഡ്, കണ്ണൂർ അവിടെ നിന്നൊക്കെ കുട്ടികൾ വരാറുണ്ടായിരുന്നു. കൊറോണ വന്നേ പിന്നെ ആരും വരാറില്ല. അപ്പം പിന്നെ വന്നാലും കയറി കാണിക്കാൻ പറ്റിയല്ലോ, പൊളിഞ്ഞു കിടക്കണത് കൊണ്ട്. അങ്ങോട്ട് മൊത്തം കാണിച്ചു കൊടുക്കാനും പറ്റിയല്ല. അങ്ങനെയാണ് കിടക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു സ്കൂളിൽ നിന്ന് കുറച്ച് പിള്ളേർ വന്ന് പോയായിരുന്നു. 2012 പുറത്തിറങ്ങിയ ഹോളിവുഡ് ചിത്രം ലൈഫ് ഓഫ് പൈയിൽ ബോംബെ ജയശ്രീ ആലപിച്ച പൈസ് ലല്ല ബൈ എന്ന താരാട്ടുപാട്ട് 85ാമത് ഓസ്കാർ അവാർഡിലെ ബെസ്റ്റ് ഒറിജിനൽ സോങ് വിഭാഗത്തിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടപ്പോൾ വാർനാട് എന്ന ഗ്രാമവും ലോകപ്രശസ്തി നേടി. ബോംബെ ജയശ്രീ എഴുതി ആലപിച്ച ഈ ഗാനം ഇരയിമ്മൻ തമ്പിയുടെ പ്രശസ്തമായ ഓമനത്തിങ്കൾ കിടാവോയുടെ വരികൾ തമിഴിലേക്ക് വിവർത്തനം ചെയ്തതായിരുന്നു. പിന്നീട് ഇത് വിവാദമായതോടെ ഓസ്കാർ ലഭിച്ചില്ല. റാണി ഗൗരി ലക്ഷ്മിഭായിക്ക് വേണ്ടി ശിശുവായിരുന്ന സ്വാതി തിരുനാളിനെ ഉറക്കാനാണ് ഓമനത്തിങ്കൾ കിടാവോ എന്ന താരാട്ട് പാട്ട് ഇരയിമ്മൻ തമ്പി എഴുതിയത്. പ്രാണനാഥൻ എനിക്ക് നൽകിയ പരമാനന്ദ രസത്തെ എന്ന ശൃംഗാരഗാനവും നാരായണീയം ആദ്യമായി അച്ചടിച്ചതും അദ്ദേഹം തന്നെ. കീചകവധം, ഉത്തരാ സ്വയംവരം തുടങ്ങിയ ആട്ടക്കഥകൾ, 23 സംസ്കൃത കീർത്തനങ്ങൾ, 5 മലയാള കീർത്തനങ്ങൾ, വർണ്ണനങ്ങൾ, പദങ്ങൾ എന്നിവ രചിച്ച ഇരയിമ്മൻ തമ്പി 1856 ജൂലൈ 29-ന് 74-ാം വയസ്സിലാണ് അന്തരിച്ചത്. ഇടക്കോട് കാളിപ്പിള്ള തങ്കച്ചിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യ.